ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തിങ്കൾ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോകളിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഇമേജിനെ ഈ ടൈം ലൈനിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ പ്രോഗ്രാം വിൻഡോയിൽ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ക്ലിപ്പിനെ, ഈ വീഡിയോ ഫുട്ടേജിനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ ക്ലിപ്പ് നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് അറിയണമെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ മീതെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇമേജിൻ്റെ ഫയൽ സൈസ് എത്രയാണ്, ഇമേജിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ ഫ്രെയിം റേറ്റ് എത്രയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഓപ്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനാണത്. അത് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രോപ്പർട്ടീസിൻ്റെ അളവ് നോക്കുക. ഇവിടെ എന്താണ്, ഇമേജ് സൈസ് 1920x1080 ആണ് ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ഫ്രെയിം റേറ്റ് തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് അത് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇനി ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സീക്വൻസ് വേറൊരു സൈസിലാണ് നമ്മൾ സീക്വൻസ് ഓപ്പൺ ചെയ്തത്, അതിന് ഈക്വൽ അല്ല വീഡിയോ എങ്കിൽ നമുക്കിത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്കായിട്ട് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സീക്വൻസ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിവിടെ കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വീഡിയോ ക്ലിപ്പും ഇവിടെ നിൽക്കുന്ന സീക്വൻസും ഈക്വൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ഫ്രെയിം സൈസ് ഏതാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് എത്രയാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ഫുട്ടേജിൻ്റെ ഓഡിയോയും വീഡിയോയും ഒരുമിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മീതെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അൺലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓഡിയോ സെപ്പറേറ്റ്, വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഓരോ വീഡിയോ ട്രാക്കും ഓഡിയോ ട്രാക്കും നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ എത്ര വീഡിയോ വേണമെങ്കിലും ഇതിങ്ങനെ ലെയറായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓഡിയോ എത്ര ലെയർ വേണമെങ്കിലും താഴേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സോങ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് വരണം, അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗ് പർപ്പസിനാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓഡിയോ ട്രാക്കുകളും മുകളിലോട്ടുള്ള വീഡിയോ ട്രാക്കുകളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട, ഓഡിയോ ട്രാക്കിൽ A1 എന്ന് കാണുന്നത് ഓഡിയോ ട്രാക്കാണ്, B1 എന്ന് കാണുന്നത് വീഡിയോ ട്രാക്കാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ട്രാക്കുകളിലായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഫുട്ടേജ് നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്നും നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്. ഇവിടെ കാണുന്ന റേസർ ടൂളാണ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. C ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. കീബോർഡിൽ നിന്ന് C പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ടൂൾ നമുക്കിവിടെ കിട്ടും. റേസർ ടൂളാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഞാനിതിനെ നേരത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനെ ഒറ്റ ക്ലിപ്പാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് റേസർ ടൂൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് C പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ടൂൾ നമുക്ക് അവൈലബിൾ ആവും. അതിന് ശേഷം നമുക്ക് എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത്, നമ്മളിത് ഈ മാർക്കറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് വേണ്ടത് എന്ന്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും പോർഷൻസ് നമുക്ക് വേണ്ട, ഇതുവരെ മതിയെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് ഈ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ടൂള്, അതായത് സെലക്ഷൻ ടൂള്, ഇതാണ് നമ്മൾ എല്ലാത്തിനും വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ടൂളാണ് സെലക്ഷൻ ടൂള്. നമ്മൾ പാനലുകൾ സെലക്ട് ചെയ്യാനും ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാനും വീഡിയോ സെലക്ട് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ സെലക്ഷൻ ടൂൾ. ഈ സെലക്ഷൻ ടൂൾ കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ രണ്ടായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ ഫുട്ടേജിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കട്ട് ചെയ്ത പോർഷൻ ഞാൻ കളയുന്നു. വേറൊരു വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഫുട്ടേജ് കൂടെ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ട്രെയിനിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് വേറൊരു പിക്ചറാണ്, ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെടുന്നൊരു പിക്ചറാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ പിക്ചറാണ്. ഇവ പരസ്പരം തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ രണ്ട് ഫുട്ടേജുകൾ തമ്മിൽ കൊണ്ടുവന്നേ ഉള്ളൂ. ആ ഓപ്ഷൻ പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇവ തമ്മിലുള്ള ഇടയ്ക്കുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് നമുക്കിപ്പോൾ ഇതിനെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന്
ജോയിൻ ചെയ്യിപ്പിച്ച് വെക്കാം. അതല്ല എങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വൈറ്റ് സ്പേസ് അവിടെ കിട്ടും. അതൊരു സെലക്ഷനെ കാണിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കീബോർഡിൽ നിന്നും ഡിലീറ്റ് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, രണ്ടും ഒരുമിച്ച് ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇനി അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, റിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിരുന്നാലും അത് ഡിലീറ്റായി മാറി രണ്ട് വീഡിയോയും തമ്മിൽ ഒരുമിച്ച് മാറുന്നതാണ്. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. അവിടെ വെച്ച് കട്ടായിട്ട് അടുത്ത വീഡിയോയിലേക്കാണത് പോയിരിക്കുന്നത്. പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് വീഡിയോ ആണ്, പക്ഷേ ഇത് ആ ഓപ്ഷൻ പറയുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് രണ്ട് വീഡിയോ ഫൂട്ടേജ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴുള്ള പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ രണ്ട് വീഡിയോ ഫൂട്ടേജുകളെ തമ്മിൽ ഒരുമിപ്പിക്കുമ്പോൾ, അതായത് ഒന്നിച്ച് ചേർക്കുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് പുറത്തേക്ക് ഇങ്ങനെ കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ സ്നാപ്പ് ഇൻ ടൈം ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്തേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ നിൽക്കണമെങ്കിൽ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവിടെ നിൽക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ആയിരിക്കണം. സ്നാപ്പ് ഇൻ ടൈം ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ട് മാത്രമേ അതിൻ്റെ പുറത്തേക്ക് കയറുകയുള്ളൂ. നമുക്കതറിയാൻ പറ്റും. കൊണ്ടുവെക്കുമ്പോൾ തന്നെ ചെറിയൊരു ടച്ച് ഫീൽ ചെയ്യും. നമുക്ക് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെയും നമുക്ക് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ഈ കീ ഓൺ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സ്നാപ്പ് ഇൻ ടൈം ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കണം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു കോപ്പി ഇപ്പുറത്തേക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ കാണുന്ന വീഡിയോയുടെ ഒരു കോപ്പി ഈ ട്രെയിൻ നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനെ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. കീബോർഡിൽ നിന്ന് അൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എനിക്കിവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഒരു കോപ്പി കൂടെ കിട്ടിയിട്ടുണ്ട്. കോപ്പി എടുക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫുട്ടേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ മീതെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടുന്ന് കോപ്പി പറയുക, ഇപ്പുറത്ത് കൊണ്ടുവന്ന് പേസ്റ്റ്. ഇപ്പോൾ ഈ മാർക്കർ എവിടെയെങ്കിലും എടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കൺട്രോൾ V പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ കൺട്രോൾ C കോപ്പിയാണ്, കൺട്രോൾ V പേസ്റ്റാണ്. അങ്ങനെ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു വീഡിയോ ഫുട്ടേജിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോപ്പി എടുക്കാനും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മളിതിന് പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ ഇതിവിടെ പ്ലേ ആൻഡ് സ്റ്റോപ്പ് ബട്ടണാണ്. ഇത് നമുക്ക് സ്പേസ് ബാർ ഉപയോഗിച്ചിട്ടും ഇതിനെ പോസ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ പ്ലേ ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്ത് നിർത്താം. നമുക്ക് അതിലേക്കുള്ള ഓപ്ഷനാണ് നമ്മൾ സ്പേസ് ബാറാണ് ഉപയോഗിക്കുന്നത് കീബോർഡിൽ നിന്ന്. എന്നാൽ മറ്റൊരു കീ കൂടെ നമുക്ക് പ്ലേ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. L എന്ന് പറയുന്ന കീ ആണത്. ഉണ്ടല്ലോ, കീബോർഡിൽ നിന്ന് L എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്ലേ ചെയ്ത് കിട്ടുന്നതാണ് വീഡിയോ. ഇനി ആ L 1-2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, ഒന്നുകൂടി പ്രസ് ചെയ്ത് സ്പീഡ് കൂടും, വീണ്ടും പ്രസ് ചെയ്തിട്ട് ഭയങ്കര സ്പീഡായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ L എന്ന് പറയുന്ന കീയുടെ പ്രത്യേകത. എന്നാൽ റിവേഴ്സ് കീ ഉണ്ട് ഇതിന്. റിവേഴ്സായിട്ട്, അതായത് മുന്നിലേക്ക് വന്നത് ബാക്കിലേക്ക് പോകുന്നു. അത് നമ്മൾ ഉപയോഗിക്കുന്നത് J എന്ന് പറയുന്ന ഷോർട്ട് കട്ടാണ്. അതും ഇതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിലോട്ട് പോകുന്നതിൻ്റെ സ്പീഡ് കൂടും. നമുക്ക് Jയിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, J പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ബാക്കിലോട്ട് പോകുന്നു. ഇനി L പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മുന്നിലേക്ക് വരുന്നു. ഇത് വീഡിയോ ഫൂട്ടേജിൻ്റെ സ്പീഡല്ല കൂടുന്നത്, വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് കൂടുന്നത്. അതാ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞാൻ ബാക്കിലേക്ക് 2 പ്രാവശ്യം J പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3 പ്രാവശ്യം J പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കുക. ഫസ്റ്റ് ടൈം പ്രസ് ചെയ്തു, സെക്കൻഡ് ടൈം പ്രസ് ചെയ്തു, തേർഡ് ടൈം പ്രസ് ചെയ്തു. വളരെ സ്പീഡിലത് പോയതായിട്ട് കാണാൻ പറ്റും, ബാക്കിലോട്ട് പോയതായിട്ട് കാണാൻ പറ്റും. അതുപോലെ L പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്പീഡിൽ ഇത് ഇങ്ങോട്ട് വന്നതായിട്ടും കാണാൻ പറ്റും. ഇതാണ് ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ K എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് പോസ് ചെയ്ത് നിർത്താം വീഡിയോ. അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് K എന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ് ആവും. വീണ്ടും സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് കട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് ഷോർട്ട് കട്ട്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിനൊരു കറക്റ്റ് സ്പീഡുണ്ട്. നമുക്ക് ഈ സ്പീഡ് ഒരല്പം ഒന്ന് കൂട്ടണമെങ്കിൽ നമ്മളിത് പ്ലേ ചെയ്യുന്ന സ്പീഡല്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ലേ ചെയ്യുന്ന സ്പീഡ് ഇങ്ങനെ കൂട്ടാമെന്നാണ്. നമ്മൾ L എന്ന് പറയുന്ന കീ കൂടുതൽ ടൈം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക്
ആ പ്ലേ ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് കൂടുന്നത്. എന്നാൽ ഈ വീഡിയോ ഫുട്ടേജിൻ്റെ സ്പീഡ് തന്നെ കൂട്ടണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+R എന്ന് ഷോർട്ട് കട്ട് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടും. ക്ലിപ്പിൻ്റെ സ്പീഡ് ഡ്യൂറേഷൻ കിട്ടും. ഈ വീഡിയോ ക്ലിപ്പിൻ്റെ സ്പീഡ് ഓർ ഡ്യൂറേഷൻ ടൈം എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കൂട്ടി കൊടുക്കാൻ പറ്റും. ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, വേറൊരു രീതിയിലും സെലക്ട് ചെയ്യാം. അതിനായി നമ്മൾ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ മീതെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പീഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ നമുക്ക് വീണ്ടും കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ ഇതിന് 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 30 ഫ്രെയിം പെർ സെക്കൻഡിലെടുത്തൊരു വീഡിയോ മാക്സിമം നമുക്ക് ഇവിടുന്ന് സ്പീഡ് കുറയ്ക്കാവുന്നത് 70 എന്ന നമ്പറിൽ മാത്രമേ നമുക്ക് മാക്സിമം സ്പീഡ് കുറയ്ക്കാൻ പറ്റുള്ളൂ. 70-ൽ നിന്ന് ബാക്കിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 70 കൊടുത്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്പീഡ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ വന്നതിനേക്കാൾ വളരെയധികം സ്പീഡ് കുറഞ്ഞാണ് ഇപ്പോൾ വരുന്നത്. ഇനി സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് വാല്യൂവിൽ കിട്ടില്ല. അതുകൊണ്ട് പരമാവധി നമുക്ക് 70 വരെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. സ്പീഡ് കൂട്ടാനാണെങ്കിൽ ജസ്റ്റ് Ctrl+Z കൊടുത്തു. വീണ്ടും ഞാൻ ഓപ്ഷൻ തന്നെ Ctrl+R ആണ് എൻ്റെ ഷോർട്ട് കട്ട്. സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ എടുത്തിട്ട് ഇവിടെ ഒരു 125 വരെ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് പ്ലേ ചെയ്താൽ കുറച്ചുകൂടി സ്പീഡിൽ ഇത് പ്ലേ ആയി വരുന്നതാണ്. നേരത്തെ വന്നതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡിൽ പ്ലേ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ. ഒരുപാട് കൂട്ടി കൊടുക്കണ്ട. അതിനനുസരിച്ച് ഫ്രെയിം റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്പീഡ് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കാം. നമുക്ക് സ്ലോ മോഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഫ്രെയിം പെർ സെക്കൻഡ് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ അളവ് 70 എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ താഴേക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.